അറിയാം, ഇവിടെ കല്ലൊന്നും ഇല്ലാതാരും. ചിലവർക്ക് ഇറങ്ങിപ്പോകാൻ തോന്നും, പക്ഷെ ആരും ഇറങ്ങിപ്പോവില്ല. ഇതാണ് ചിലവർ പറഞ്ഞേക്കണത്. ബ്രദർ അത് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കങ്ങ് ഇറങ്ങിപ്പോകാൻ തോന്നി ചിലവർക്ക്. പക്ഷെ എന്തോ കാരണവശാൽ അവസാനം വരെ പിടിച്ചിരുന്ന അവസാനമായപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പം നമ്മൾക്ക് ചിലവർക്ക് ഇങ്ങനെ തോന്നും, ഇതെന്താ ഇയാളീ പറയണേ? നമ്മൾ 10 കൽപ്പനകൾ കൃത്യമായിട്ട് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചേക്കണേ. നമ്മൾ ആദ്യ കുർബാനയ്ക്കുള്ളപ്പാടിന് എന്താ പഠിപ്പിച്ചേക്കണേ? 1-ാം പ്രമാണം അനുസരിച്ച് നീ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കണിശമായിട്ടത് പറയണം. 2-ാം പ്രമാണം, 3-ാം പ്രമാണം, 4-ാം പ്രമാണം. 4-ാം പ്രമാണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ലെങ്കിൽ നല്ല കാലത്തോളം നീ ജീവിച്ചിരിക്കാനില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇങ്ങനെ ഓരോ പ്രമാണങ്ങളും കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. നമ്മളിപ്പോഴും ഒരു ചേട്ടത്തി പറഞ്ഞതാണ്, അന്ന് ഞാൻ കുമ്പസാരത്തിന് പ്രിപ്പയർ ചെയ്ത ആ കടലാസിൻ്റെ ആ ഓർഡർ അനുസരിച്ചാണ് ഇപ്പോഴും ഞാൻ കുമ്പസാരിക്കണേ. അപ്പോൾ എവിടേക്കാണാവും നമ്മൾ പോണേ? എൻ്റെ കർത്താവേ, വിസ്മയനീയതയിലേക്കാണ് പോണത്. കർത്താവ് ആരാണ്? സർവജ്ഞനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയോ കർത്താവിന്? എല്ലാം അറിയാം. ഇപ്പം എന്താ കർത്താവ് എന്നിട്ട് കൊണ്ടുവന്നത്? സകല നന്മകളുടെയും ഉറവിടം, സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ കർത്താവെ, അങ്ങയുടെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും കീ പ്രാർത്ഥന, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കും. അങ്ങയുടെ സ്വഭാവം പോലീസുകാരൻ്റെ സ്വഭാവമാണോ? ആണോ? അങ്ങയുടെ സ്വഭാവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ സ്വഭാവം? അങ്ങ് കരുണ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് നമ്മൾ കരുണയിലേക്കാണ് കൊണ്ടുപോകണതില്ലേ? നോ പ്രോബ്ലം. ഈ വർഷം കരുണയുടെ വർഷമാണ് ഇല്ലേ? അപ്പോൾ അങ്ങയുടെ സ്വഭാവം കരുണയാണ്. അപ്പം ആ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളിലും ആ സ്വഭാവം ഉണ്ടാവണ്ടേ? ഉണ്ടാവണമല്ലോ. ഉണ്ട്, വാസ്തവത്തിൽ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയാം. പക്ഷെ നമ്മളത് ശരിക്കും അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. വായോ മോളെ, നീ വായോ, കം, വെരി ഗുഡ് ഗേൾ, ഇവിടുന്ന് ഓടിച്ചു, ഒരു കുഴപ്പമില്ല, കുട്ടികൾ കരഞ്ഞോട്ടെ ഓടിക്കോട്ടെ, ഇതൊക്കെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ് ഇല്ലേ? അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാലും കരഞ്ഞെന്ന് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം എനിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണല്ലോ നമ്മുടെ ജീസസ് യൂത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ. നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്തി നമുക്ക് പള്ളി പോകാൻ പറ്റുമോ? അപ്പം ബാക്കിയുള്ളവർ അതൊന്ന് ഉൾക്കൊണ്ടാൽ മതി. നമ്മളൊരു വീടാണെങ്കിൽ വീട്ടിൽ കുഞ്ഞ് കരയും ബഹളം ഉണ്ടാക്കും, അതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവിന് അതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞെന്ന് വിചാരിച്ച് ആരും ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവണ്ട. അവരെ അറ്റ്ലീസ്റ്റ് ഈ സാഹചര്യത്തിൽ, ഈ പ്രായത്തിൽ തോമസ് പോൾ ബ്രദറിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ അവർക്കൊരു നമ്മളൊക്കെ ധ്യാനം കൂടി തന്ന, ഞാനൊക്കെ 40 വയസ്സായപ്പോഴാണ് ധ്യാനം കൂടാനൊക്കെ പറ്റിയത്. ഇപ്പോൾ നമ്മളുടെ വലിയ ആളുകളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെയുള്ള യുവതലമുറകൾക്കൊക്കെ എന്തോ ഒരു ഭാഗ്യമാണ് ഇല്ലേ? അപ്പം അങ്ങനെ വിചാരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ രാത്രിയിൽ കിടന്ന് അവിടെ ഉറങ്ങുകയാണെങ്കിലും അവരുടെ കാത് ഉറങ്ങുന്നില്ല, അവരുടെ ഹൃദയം ഉറങ്ങുന്നില്ല, അവരുടെ മനസ്സും ഉറങ്ങുന്നില്ല. അവരിലൂടെ എല്ലാം ഈ വചനം അകത്ത് കയറുന്നുണ്ട്. അത് സാവധാനം അവരുടെ അകത്ത് സ്റ്റോറാവും. അത് പിന്നീട് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവരിച്ചിരി ഓടി നടന്നയാഴ്ചയും വിഷമിക്കണ്ട. അവർ ഓടട്ടെ, കളിക്കട്ടെ, ക്യാമറ തട്ടിയിടായിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു വളർച്ച, ഇപ്പം എനിക്ക് ഇത് ഭയങ്കര ഒരു പുതിയ ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാക്ക് എന്താണ്? സർവജ്ഞനായ ഭരണകർത്താവ്. അങ്ങേരൊരു ഭരണകർത്താവാണോ? അങ്ങേര് ഭരിക്കണോ അതേ നമ്മൾ ഭരിക്കണോ? ഭരണം അങ്ങേർക്കൊന്ന് വിട്ടുകൊടുത്താലോ ഒരു ദിവസത്തേക്ക്? ആ കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ഇടയ്ക്ക് ഇച്ചിരി കഥയൊക്കെ പറഞ്ഞാലല്ലേ. ഈ ഡെമോക്രസിന്റെ സോഡ് മാതിരി ഇങ്ങനെ എൻ്റെ തലയിൽ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഈ ഡെമോക്രസിന്റെ സോഡ് എന്ന് പറയണത്? അതൊരു വലിയ പ്രശ്നമാണ്. ഒരു ഡെമോക്രസിന്റെ സോഡാണ് എന്ന് പറഞ്ഞാൽ, ഡെമോക്ലിസ് എന്നൊരു രാജാവ് വളരെ വിജയകരമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അയൽവക്കത്തുള്ള രാജാക്കന്മാർക്കെല്ലാം ഭയങ്കര അസൂയയും മതിപ്പുമാണ്. എങ്ങനെ ഇയാൾ ഇത്രയും. അപ്പോൾ അടുത്ത ഒരു രാജാവ് ഇയാളോട് പറഞ്ഞു, എനിക്ക് നിന്റെ രാജ്യത്ത് ഒരു ദിവസം ഒന്ന് ഭരിക്കാൻ തരാമോ? അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും വായോ, എനിക്ക് ഒരു ദിവസം നിന്റെ ആ കസേരയിലൊന്ന് ഇരുന്നാൽ മതി. നീ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഭരിക്കുന്നത്? അങ്ങനെ ഡെമോക്ലിസ് ഒരു ദിവസത്തേക്ക് ഇയാൾക്ക് രാജ്യം കൈമാറാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് വന്നു. രാജാവ് വന്നിട്ട് ആദ്യം തന്നെ വെൽക്കം ചെയ്തത് ഡൈനിങ് ഹാളിൽ രാജാവ് ഡെമോക്ലിസ് ഭക്ഷണം കഴിക്കണ ആ ഭക്ഷണ മേശയിൽ ഡെമോക്ലിസ് ഇരിക്കണ ആ ചെയർ നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ കാർന്നവരൊരു ഹെഡ് ചെയറിലല്ലേ ഇരിക്കണേ, എന്ന മാതിരി അതിൻ്റെ ഹെഡ് ചെയറിൽ ഡെമോക്ലിസ് ഈ രാജാവിനെ ഇരുത്തി. പെട്ടെന്ന് ഇയാൾ ചാടി എഴുന്നേറ്റ്. എന്തു പറ്റി? ഇയാൾ ബോളിൽ നോക്കിയപ്പോൾ വാളിങ്ങനെ തൂങ്ങിക്കിടക്കണം. ആ വാള് തൂങ്ങിക്കിടക്കുന്നത് ഒരു തലമുടി നാര് പോലെയുള്ള ഒരു സ്ട്രിങ്ങിലാണ്. ഇയാൾ പറഞ്ഞു, ഇതിപ്പോ പൊട്ടി വീഴും, വീണാല് താൻ ചാവും. ഇയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഡെമോക്രസിന്റെ സ്വേർഡ് എന്ന് പറയുന്നത്. അപ്പോ രാജാവ് പറയുമ്പോൾ, നിനക്ക് മനസ്സിലായോ ഞാൻ എങ്ങനെയാ ഭരിക്കണേന്ന്? നിനക്ക് ഈ രാജ്യത്തിന്റെ ഭരണം ഞാൻ വിട്ടു തന്നിരിക്കുന്നു, പക്ഷെ നിനക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? എന്നിട്ട് പറഞ്ഞു, സഹോദര, ഇതാണ് എൻ്റെ അവസ്ഥ. ഒന്നില്ലെങ്കിൽ ഈ വാള് പൊട്ടി വീഴും, അപ്പം ഞാൻ മരിക്കും. പക്ഷെ അതൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ എൻ്റെ പ്രജകൾ തന്നെ എന്നെ പുറത്താക്കാം, എൻ്റെ സൈന്യാധിപൻ തന്നെ എന്നെ വന്ന് കൊല്ലാം. ദാവീദ് രാജാവിന്റെ കണ്ടു, മകൻ തന്നെ രാജാവിനെ കൊല്ലാൻ വന്നിരിക്കുന്നു. അതുകൊണ്ടേ ഞാൻ കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ സോഡ് പൊട്ടി വീഴാം. ഇത് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അകത്ത് വരികയാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡെമോക്രസിന്റെ സോഡ് തന്നിട്ടുണ്ടാവും. നമ്മൾ ആരിൽ ആശ്രയിക്കണം? സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ പറഞ്ഞോ വിസ്മയനീയനായ പരിപാലകൻ, സർവ നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ. നമ്മുടെ കൂടെ ബലവാനാം കർത്താ, നീ പിടിക്കട, നമ്മുടെ കൂടെ എല്ലാവരും ആനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഇങ്ങനെയെങ്കിലും ഒന്ന് കുർബാന ചെല്ലല്ലോ അല്ലേ? ഒന്ന് എല്ലാവരും ഒന്ന് പാടിയേ, ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് പാടിയേ. ഈ രാജാവ് നമ്മുടെ കൂടെയാണ്. ശരിക്കും ഒന്ന് ഉച്ചത്തിൽ അങ്ങ് അർത്ഥം മനസ്സിലാക്കി ഒന്ന് പാടിയേ. നമ്മുടെ കൂടെ കർത്താവ്
ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒന്നുകൂടി ശരിക്കും ലയിച്ചെന്ന് പാടിയേ. ഇത് ഫാക്റ്റാണ്, ഇറ്റ് ഈസ് എ ട്രൂത്ത്. ഇതിപ്പോ സംഭവിച്ച് ഇറ്റ് ഈസ് ഓൾറെഡി വിത്തിൻ us കേട്ടോ. ഇറ്റ് ഈസ് എ ട്രൂത്ത്. ഇത് നമ്മൾ ഈ അവസ്ഥയിലാണ്, ആ അവസ്ഥയിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഈ സർവജ്ഞനായ ഭരണകർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. താങ്ക് യു. നീ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കണേ. എനിക്ക് പാട്ടൊക്കെ ഒന്ന് തുടങ്ങാനേ പറ്റുള്ളൂ. പിന്നെ ഇവരാരെങ്കിലും ഏറ്റുപിടിച്ചില്ലെങ്കിൽ ഞാൻ താഴെ പോകും. ഓക്കെ, നമ്മളെന്നും കുർബാന അർപ്പിക്കുന്നവരാണ്, എന്നും കുരിശ് വരയ്ക്കുന്നവരാണ്. ഈ പ്രാർത്ഥനകളൊക്കെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾ. പക്ഷേ നവീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിലൂടെ വന്നിരിക്കുന്ന ജ്ഞാനസ്നാനത്തിലൂടെ ഒരു 2 മെഴുകുതിരിയും തീപ്പെട്ടിയും ഒന്ന് കൊണ്ടുവന്നാൽ നല്ലതാണ്. മെഴുകുതിരി കത്തിച്ച് കാണിക്കാൻ, ഇങ്ങനെ ചെറിയ മെഴുകുതിരി. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു എന്നും ആ ദൈവത്തെ കേന്ദ്രീകൃതമായ ആ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉദാഹരണത്തിന് കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ക്ഷമിക്കണോട്ടോ ഞാനിങ്ങനെയൊക്കെ പറയണത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നൈറ്റ് വിജിലും 10-40 ധ്യാനങ്ങളൊക്കെ കൂടിയ നമ്മളോട് കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കണമെന്നൊക്കെ പറയണത് ഒരു അതിക്രമമെന്ന് വിചാരിക്കരുത്. പക്ഷേ അതിലെല്ലാം തന്നെ ആഴമായ അർത്ഥം മനസ്സിലാക്കണം. കുരിശ് വരച്ചാലോ എല്ലാവരും? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രു, കണ്ടോ, കൈ അവിടെ വെക്കുക കണ്ടോ, എവിടെയാ ശത്രു എവിടെ? ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ. മനസ്സിലായല്ലോ? കൈ അവിടെ തന്നെ വെക്കൂ. ശത്രു എവിടെയാ? നമ്മുടെ ഉള്ളിൽ തന്നെ. ഇതങ്ങ് സമ്മതിക്കാമോ? ശത്രു നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. പക്ഷെ കേട്ടോ, ഇനി എന്താ? ശത്രു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ? അതിലും വലുതാരാ? ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. എത്ര വലിയ ശത്രു ആയാലും ആ ശത്രുവിൽ നിന്ന് രക്ഷിക്കുന്ന തമ്പുരാൻ എവിടെയാ? ആ തമ്പുരാനും നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി എന്താണ് ഈ തമ്പുരാന്റെ പേര്? ആ തമ്പുരാന്റെ പേരാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള തമ്പുരാൻ. അപ്പൊ എന്തിനാണ് ആ പേര് പറയുമ്പോൾ ഇങ്ങനെ കുരിശു വരയ്ക്കണ? വീണ്ടും ഇതാണ് വേറൊരു വലിയ രഹസ്യം. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തമ്പുരാൻ, ശ്രദ്ധിക്കണേ, പിതാവ് പുത്രൻ, കണ്ടോ, കുരിശിൻ്റെ ആദ്യത്തെ ആ മുകളിൽ നിന്നും താഴോട്ടുള്ള, അതായത് സ്വർഗം ഭൂമിയിലിറങ്ങിയത് എന്തിനാണ്? മനുഷ്യവംശം മുഴുവനും ആദത്തിൻ്റെ പാപം മൂലം ഇടത്തുവശത്തായിരുന്നവരെ അവരെ ഇടതുവശത്ത് നിന്ന് എങ്ങോട്ടാക്കി? ഒന്നുകൂടി ഇപ്പോൾ പിതാവിനും പുത്രനും, കണ്ടോ, ഇനി കൈ ഇടത്തേക്ക് പോകുന്നു. ഇടതുവശത്തായിരുന്നവരെല്ലാവരും വലതുവശത്തേക്ക് വന്നു. ഇപ്പൊ നമ്മളെവിടെയാ? വലതുവശത്താണ്. നമ്മളെവിടെയായിരിക്കും? വലതുവശത്ത് തന്നെ ആയിരിക്കുള്ളൂ. എന്നും, ഇപ്പോഴും, എപ്പോഴും, എന്നേക്കും. അപ്പൊ അന്ത്യവിധി സമയത്ത് നമ്മൾ എവിടെയായിരിക്കും?
സന്തോഷം വരണുണ്ടല്ലേ? അപ്പോഴാണ് ഈ വചനം. അനന്തരം രാജാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ സജ്ജമാക്കിയിരിക്കുന്ന ദേശം സ്വന്തമാക്കുവിൻ. എൻ്റെ വലതുവശത്തേക്ക് വരുവിൻ. ഒരു പണി ചെയ്തു, അതൊന്ന് കത്തിച്ച് തന്നെ വരണം. ഇതിൻ്റെയൊക്കെ കോട്ടെടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് എവിടെ? ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ വചനം ആരെങ്കിലും പറയാമോ അത് എവിടെ എഴുതിയിരിക്കുന്നതെന്ന്? ഇപ്പം ഞാൻ പറഞ്ഞ വചനം എവിടെ എഴുതിയിരിക്കുന്നത് ആരെങ്കിലും പറയാമോ? മത്തായി, ഇനി വാ, എൻ്റെ അടുത്ത് നിൽക്കുന്നു. ഓക്കെ, 2 കത്തിക്കാൻ പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കത്തിക്കാനേ പറഞ്ഞോളൂ. ഇത് മാറ്റി വെച്ചോളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ പള്ളിയിൽ ഒരു മാമോദിസ തൊട്ടി ഉണ്ടാവും. എവിടെയാണ് മാമോദിസ തൊട്ടി? ഇത് അവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഉയർപ്പിൻ്റെ തിരി കാണും. ഇതാ അവിടെ കണ്ടോ? ശ്രദ്ധിച്ചോ? അവിടെ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. മാമോദിസ തൊട്ടിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരി, ആ തിരിയാണ് ആൽഫ ഒമേഗ എന്ന് എഴുതിയിരിക്കുന്ന ആ തിരി. ഇനി വായോ, അതെടുത്തുകൊണ്ടിരാൻ പോവാണോ ആ തിരി? ഇല്ല, അതും വേണം. സാരില്ല, പ്ലീസ് കം. ഇപ്പോൾ ഇയാൾ ഒന്നും കൂടി മാമോദിസ മുക്കാൻ പോകാണ്. അതിനൊരു അവതരണം നടത്തിയെന്നുള്ളൂ. ഇവിടെ കയറി നിന്നോളൂ. അപ്പോൾ നമ്മളെല്ലാവരും കടന്നു വന്ന ഒരു വഴി ഇടയ്ക്കൊന്ന് കണ്ടുപിടിക്കണമെന്നല്ലാണല്ലോ നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായത്. ആ പള്ളിയുടെ വാതിൽക്കൽ കൊണ്ടുവന്നു, ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? പറഞ്ഞു, എനിക്ക് ജ്ഞാനസ്നാനം വേണം. നീ വിശ്വസിക്കുന്നു? ഇതൊക്കെ മാതാപിതാക്കളും തലവട്ടപ്പന്മാരും ഒക്കെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ മാമോദീസ തൊട്ടിലിൻ്റെ അടുത്ത് വന്നു. ആ തിരിയിൽ നിന്നും, ഇപ്പോൾ തൽക്കാലം ഇതാണ് ആ തിരി എന്ന് വിചാരിക്കുക. എന്താണ് ആ തിരി? ഉയർത്തെഴുന്നേറ്റ കർത്താവാണത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ആ മാമോദീസാർത്ഥിയുടെ കയ്യിലേക്ക് ആ തിരിയിൽ നിന്നും ഒരു തിരി കൊളുത്തി കൊടുത്തു. ഇനി വാ, അടുത്ത് വായോ ക്യാമറ. ഇതാണ് അന്ന് നമ്മൾ മാമോദീസയ്ക്ക് സ്വീകരിച്ച തിരി. എല്ലാവർക്കും കിട്ടിയോ ഇല്ലയോ? കിട്ടിയോ? ചിലവരെല്ലാം അത് മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള തലമുറയിൽ അങ്ങനെ ചെയ്യണത് നല്ലതാണ്. അതും പേരൊക്കെ എഴുതി അതവിടെ വെക്കണം. ഇതാണ് ഹിലാരിയോസ്, നീ ലോകത്തിൻ്റെ പ്രകാശമാകും എന്ന് പറഞ്ഞ് അന്ന് തന്നോ ഇല്ലയോ? നിങ്ങളെല്ലാവരുടെയും കയ്യിൽ തന്നോ? ഇനി അങ്ങനെ നിൽക്കുക കുറച്ചു നേരം. അത് കുഞ്ഞായിരുന്നുകൊണ്ടാണ് ആ ചിരി ഇത്തിരി കുഞ്ഞ്. ഇനി അത് സാവധാനം കത്തി തെളിയാൻ പോവാണ്. കത്തി തെളിയോ ഇല്ലയോ? ഇപ്പോൾ നോക്കി, ഈ 2 തിരിയിലും ഉള്ള പ്രകാശം ഈ കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ നിന്നും ആ തിരി കത്തിച്ചു കൊടുത്തപ്പോൾ എന്താണ് കർത്താവ് കൊടുത്തത്? പകുതി പ്രകാശമാണോ കൊടുത്തത്? മുഴുവൻ പ്രകാശമാണോ കൊടുത്തത്? മുഴുവൻ കിട്ടിയോ? മുഴുവൻ കിട്ടി. വിശ്വസിക്കുന്നോ? അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായോ? മറ്റൊരു ക്രിസ്തുവായി. അതാണ് ഈശോയുടെ പ്രഖ്യാപനം. ഈശോ എപ്പോഴും പറഞ്ഞു, ഞാൻ പ്രകാശമാകുന്നു. അത് കഴിഞ്ഞ് ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകും. അപ്പോൾ സർവജ്ഞനായ ആ പ്രകാശം, ആ ദൈവം തൻ്റെ പ്രകാശം മുഴുവനും കൊടുത്തു എന്നുള്ളതാണ്. മുഴുവനും കൊടുത്തു എന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? നല്ല ഷുവറായിട്ടുള്ളൊരു ഗ്യാരണ്ടിയാണ്. ഒരു മാത്തമാറ്റിക്കൽ ഗ്യാരണ്ടിയാണ്. ഇൻഫിനിറ്റ് ആണ് ദൈവം, അല്ലേ? ദൈവം ആരാണ്? ഇൻഫിനിറ്റ്, നിത്യതയാണ്. നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇവിടെ IELTS ഒക്കെ എഴുതി പാസ്സാവുന്ന സമയത്തൊക്കെ പഠിച്ചു കാണുമായിരിക്കും അല്ലേ? ഒന്നെല്ലാവരും പറഞ്ഞേ, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. അപ്പൊ ഇൻഫിനിറ്റ് ആയ ദൈവത്തിൽ നിന്നും ഒരു കടുകുമണി, അതാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം.
ഇൻഫിനിറ്റായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു കടുകുമണി സൈസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ കടുകുമണിയിൽ എന്തുണ്ട്? ഇൻഫിനിറ്റ്. അപ്പൊ ഈ പ്രകാശത്തിൽ നിന്ന് നമുക്ക് ഒരു തരി പ്രകാശം കിട്ടിയപ്പോൾ നമുക്ക് മുഴുവനും കിട്ടിയോ? കിട്ടി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന്, എന്നിട്ട് പറയും നീ ലോകത്തിന്റെ പ്രകാശമാണ്. ഒന്ന് കൈ ചൂണ്ടി പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട്, നീ ലോകത്തിന്റെ പ്രകാശമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെ നമ്മൾ ആ പ്രകാശമായി? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈ സർവജ്ഞനായ ഭരണകർത്താവും രാജാവായ ദൈവത്തെ നമ്മൾക്ക് മുഴുവനും നൽകിയിരിക്കുന്നു. താങ്ക് യു ഹിലാരിയോസ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട് ആദ്യത്തെ ക്ലാസ്? ഇതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ? ഈ ലെവലിൽ പോയാൽ മതിയോ? അതോ താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണോ? ഈ ലെവലിൽ പോയാൽ മതിയോ? ഒന്ന് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ചേ, ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ചേ. ആ കത്തുന്ന തിരി മനസ്സിൽ കണ്ടുകൊണ്ട് അത് കത്തണോ വേണ്ടയോ, അതൊന്ന് ജ്വലിക്കണോ വേണ്ടയോ, ഒന്ന് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളിൽ തന്നെ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ ഏത് പറഞ്ഞു? ഒരു ഹല 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 എല്ലാവരും സ്തുതിച്ച് പാട്ടിക്കൊണ്ട്. ഈ പോപ്പുലറായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ, അതല്ല അതൊന്നുമല്ല, ഈ ദൈവം നമ്മോടുകൂടെ, അതായത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവന്റെ പ്രകാശമായ ഈ കർത്താവ് നമ്മൾ ഓരോരുത്തരിലും ജീവിക്കുന്നുവോ? നമ്മളിൽ യേശു ജീവിക്കുന്നു, നമ്മളിൽ കർത്താവ് ജീവിക്കുന്നു, സർവശക്തനായ ദൈവം നമ്മളിൽ ജീവിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. അത് ചുമ്മാ വായലിനോട് പാടിയാൽ പോരാ, അത് വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുകയാണ്, മാമോദീസായിലൂടെ യേശു ക്രിസ്തുവിനോട് ഒന്നാകാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു. All you have been baptized into Christ, have put on Christ എന്നാ പറഞ്ഞു. Have put on Christ. ആ ബോധ്യത്തോടു കൂടി ഈ ഗാനം നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് പാടാം. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും ജീവിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ജീവിക്കുന്നു, എന്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. എന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൈകൾ ഉയർത്തി അടിച്ച്
കർത്താവ് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കിപ്പോ ഒരു ബ്രേക്കിന്റെ ടൈമാണ്. 12:30 ആയില്ലേ? സമയം പോയത് അറിഞ്ഞില്ലല്ലോ. ഓക്കെ, നമുക്കിരിക്കാം. ഒരു ഇതിനെ അങ്ങ് നമുക്കൊന്ന് അവസാനിപ്പിച്ചിട്ട് നമ്മളൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്നൊരു സൂചന ഇതാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ വളർച്ചയിലേക്ക് നീങ്ങണം. നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റും അന്ധകാരം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പെട്ടെന്ന് ഒരാശയം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിശാച് ആരാണ്, ദൈവം ആരാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? ചോദ്യമൊക്കെ ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ സഹോദരൻ തോമസ് പോളാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും പറയാം, സംശയങ്ങളും ചോദിക്കാം. ദൈവം ഇപ്പൊ കേട്ടു, സർവാധിപനാണ്, സർവജ്ഞനാണ്. എങ്കിൽ പിശാച് ആരാണ്? പിശാചിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഞാൻ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജോലി സ്ഥലത്തുനിന്നും ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ നിന്നും ഓടി വന്നിരിക്കുകയാണ്. ഇപ്പോഴും പലർക്കും ആ മീൻകറിയുടെ കാര്യവും മീൻ മേടിച്ചതിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും ഓർമ്മ. അതെല്ലാം ഒന്ന് വിട്ട് നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. കുറച്ച് നേരത്തേക്ക് എല്ലാം വിടുക. ഈ കേട്ട കാര്യങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കണം. ഓക്കെ, ചിലർ പറഞ്ഞു രണ്ടും ആത്മാവാണ്. ഏത്? ഈവിൾ സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ്, രണ്ടും സ്പിരിറ്റാണ്. അപ്പോൾ ഏതാണ്ട് ഒരേ ശക്തിയാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു കർത്താവ് ഈശോമിശിഹായെ വരെ വെറുതെ വിട്ടിട്ടില്ല. കർത്താവ് ഈശോമിശിഹായെ മരുഭൂമിയിൽ പരീക്ഷിക്കാൻ പിശാച് വന്നില്ലേ? പിന്നെയാണോ നമ്മൾ? അപ്പം ആരാണ് ഈ പിശാച്? നമ്മൾ ഈ രാത്രി മുഴുവനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് പിശാചിനെ പേടിച്ചിട്ടാണോ? ആയിരിക്കും അല്ലേ? ചിലവർക്ക് ഭയങ്കര പേടിയാണ് പിശാചിനെ. അത് കാരണം രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കായിരിക്കും. എന്തിനാ പ്രാർത്ഥിക്കണേ? സുവിശേഷത്തിൽ നമ്മൾക്കറിയാം, അതുകൊണ്ട് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാ പറയണത്. എന്താ പറഞ്ഞേക്കണേ? ഭയപ്പെടേണ്ട. പിന്നെ നമ്മൾ തുടക്കത്തിലേ തന്നെ പാടിയത് എന്താ? ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം വരുന്ന ആശയങ്ങൾ കൂടെ ഉണ്ടെന്നാണ്. പക്ഷെ നമുക്ക് പേടിയാണ്. ആരെ? പിശാചിനെ. എന്തുകൊണ്ടാണ് പിശാചിനെ പേടി? പിശാച് ആരെന്നറിയാത്തത് കൊണ്ടാണ്. പിശാവ് തന്നെ വലിയ ആളായിട്ട് നടക്കുകയാണ്. എല്ലാ വചന പ്രഘോഷകരും അവനെ വലിയ ആളാക്കുകയും ചെയ്യാണ്. അപ്പൊ ആരാ പിശാച്? ആരെങ്കിലും ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുണ്ടോ? ആരാ പിശാച്? വെരി ഗുഡ്, ഒരു കയ്യടി കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. അത് പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. അതെങ്ങനെയാ? പിശാചിനെ ദൈവം സൃഷ്ടിച്ചോ? പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ആരെ സൃഷ്ടിച്ചു? മാലാഖമാർ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ദൈവം സൃഷ്ടിച്ച മാലാഖമാരുടെ പതനത്തിൽ നിന്നാണ് പിശാചുണ്ടായത്. അപ്പോൾ അങ്ങനെ പതിച്ച മാലാഖമാർ അഥവാ വഴിപിഴച്ച മാലാഖമാരായ പിശാച്, അത് പിശാചായപ്പോഴും അവർ സൃഷ്ടി തന്നെയല്ലേ? അപ്പോ സൃഷ്ടി എന്നുള്ള നിലയിൽ പിശാചിന്റെ ശക്തി പരിമിതമാണ്. സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തിയോ അനന്തമാണ്. അനന്തം. ദൈവത്തിന്റെ ശക്തി അനന്തം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ലിമിറ്റ്. അങ്ങനെ അൺലിമിറ്റഡ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ? അൺലിമിറ്റഡ്, ഇൻഫിനിറ്റ് ആയ ദൈവം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്.
എന്നിരുന്നാലും കണ്ടോ, വിശുദ്ധ കുരിശിൻ്റെ ഒരാളത്തെ ശത്രുക്കളിൽ നമ്മുടെ ഇടയിൽ ഇച്ചിരി പിശാചുമൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്നോട്ടെ. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ബ്രദറെ ഒരു 10,000 പിശാച്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരെ, ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചോളാം. എന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഈ 10,000 പിശാചിന്? പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ കണ്ടു കഴിഞ്ഞാൽ പിശാച് ഓടണം. ഒരു ക്രിസ്ത്യാനി വന്നിട്ടോ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ ക്രിസ്ത്യാനിയല്ല പിശാചിനെ കേട്ട് ഓടേണ്ടവർ. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസം. ഒരു ക്രിസ്ത്യാനി ഈ ക്രിസ്തു വസിക്കുന്ന, ഈ പ്രകാശം വസിക്കുന്ന, ഈ സർവജ്ഞനായ ദൈവം വസിക്കുന്ന ആലയമാണ്. അവന്റെ ഉള്ളിൽ ഒരു ബോംബ് പോലെയാണ്. തകർക്കണ ബോംബല്ല, ലവ് ബോംബ്, കരുണയുടെ, സ്നേഹത്തിൻ്റെ. കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സുവിശേഷത്തിലെ ഒരു വചനമാണ്, ഒരു തോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലത്ത് നല്ല വിത്ത് വിതച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കളകൾ. വേലക്കാരി ചോദിച്ചു, യജമാനി നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, ഇതിൻ്റെ ഇടയിൽ ഈ കളകൾ എങ്ങനെ വന്നു? അത് നിങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി കള്ളൻ വന്ന് വിതച്ചതാണ്. ഞങ്ങൾ ഉടനെ പറിച്ചു കളയട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ നിങ്ങൾ അതിനെ പറിച്ചു കളഞ്ഞാൽ നിങ്ങളിപ്പോ വയലിൽ ഇറങ്ങിയാൽ തന്നെ നല്ല ചെടികൾക്ക് അപകടമാണ്. അത് വളർന്നോട്ടെ, പിശാച് വളർന്നോട്ടേന്നോ? പിശാച് വളർന്നോട്ടെ, അതിന് എന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? തക്ക സമയത്ത് ഞാൻ അതിനെ പറിച്ച് കാറ്റി കറന്നോളാം. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇതിപ്പോ നിങ്ങൾ പലരും പറയുന്ന പല സിദ്ധാന്തത്തിന് നേരെ വിപരീതമായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ അപ്രമാദിത്യത്തിലും സർവാധിപ ശക്തിയിലും ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഉദാഹരണമാണ്, നമ്മളെ ഇപ്പോൾ ദൈവം നയിക്കണമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണില്ല. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇടയൻ ആടുകളെ നയിക്കുന്ന പോലെ. നമ്മൾ ആടിനെ ഇടയനെ കണ്ടിട്ടുണ്ടോ? ഇവിടേക്ക് ഉണ്ടെന്നാണ് കുറേ ആട്. എങ്ങനെയാണ് ഇടയൻ ആടിനെ നയിക്കുന്നത്? ആടിൻ്റെ മുൻപിൽ നിന്നിട്ടാണോ പുറയിൽ നിന്നിട്ടാണോ? കണ്ടിട്ടുണ്ടോ? ആടുകൾ ഇങ്ങനെ പോകുന്നു, ആ ആടുകളുടെ പുറയിൽ നിന്നിട്ട് ചാട്ടയും കൊണ്ടാട്ട് ഇങ്ങനെ നയിക്കണ കണ്ടിട്ടുണ്ടില്ലേ? എവിടെ നിന്നാ? പുറകിൽ നിന്നിട്ടാണ് നമ്മൾ കണ്ടേക്കണത്. പുറകിൽ നിന്ന് ആടിനെ അടിക്കുകയും പിടിക്കുകയും. അങ്ങനെയുള്ള ഇടയൻ്റെ കാര്യമല്ല ബൈബിളിൽ പറയണേ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകളുടെ മുൻപേ നടക്കുന്നു. സാധാരണ ഇടയന്മാർ ആടുകളുടെ മുമ്പേ നടക്കാറില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പുറകെ വരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനോളജിയാണ്. ക്രിസ്തു നല്ല ഇടയൻ മുൻപേ പോകുന്നു. ആ ശബ്ദം വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, ജ്ഞാനത്തിലൂടെ ഈ കുഞ്ഞ് ആടുകൾ കേൾക്കുന്നു. ആരാണ് ഈ ആടുകൾ? ഈ ആടുകൾ ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാനിതൊക്കെ പറയുമ്പോൾ. നമ്മുടെ പ്രശ്നം, നമുക്ക് തോന്നാണ് ഈ ഇടയൻ ശരിയായിട്ടല്ല നയിക്കണേ എന്ന് പറഞ്ഞ് ഈ ഇടയനെ ഓവർടേക്ക് ചെയ്യാണ്. ഓവർടേക്ക് ചെയ്ത് നമ്മൾ വേറെ വഴിക്കൊക്കെ പോവുകയാണ്. പക്ഷേ ഇടയൻ എന്നിട്ടും നമ്മളെ സ്നേഹമാണ്. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് വേറെ വഴിക്കൊക്കെ പോണ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തി തോളിലേറ്റിക്കൊണ്ടിരുന്നു. ഇത് നമ്മളുടെ നാവിഗേറ്റർ നല്ല ഒരു അനാളജിയാണ്. ഈ ഇടയനും ആടിനെ നയിക്കുകയാണ്. നമ്മൾ നാവിഗേറ്ററിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നയിക്കാൻ തുടങ്ങിയാണ്. സ്ട്രേറ്റ് 200, ഇവിടെ എന്താ മൈലോ കിലോമീറ്ററോ? 200 മൈൽസ് അല്ലേ? കിലോമീറ്റർ. 200 കിലോമീറ്റർ ആൻഡ് ടേക്ക് എ റൈറ്റ് ടേൺ, ദെൻ ഗോ ലെഫ്റ്റ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് ടൗണിൻ്റെ അടുക്ക് വന്നപ്പോണ്ടല്ലോ, എന്താ പറയുക, സർക്കിൾ, കോൾചക്കർ എന്നൊക്കെ പറയും നമ്മൾ, സർക്കിൾ. അപ്പോൾ പറയാണ്,
അപ്പൊ ഈ സർക്കിള്, യൂറോപ്പിലൊക്കെ സർക്കിളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് റോഡുകളാണ്. ആ പാരീസിൽ പോയാൽ ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിയില്ലെങ്കിൽ നിങ്ങൾ പറ്റില്ല. പാരീസിലെ ആ മെയിൻ സർക്കിളിൽ ടേക്ക് ദ 8th എക്സിറ്റ്. എട്ടാമത്തെ എക്സിറ്റ് എടുക്കാൻ. ഇപ്പൊ നമ്മള് അവിടെ പുറകെ കൂടി വേറെ വണ്ടികൾ വരണു, ഇവിടെ സൈഡിൽ വണ്ടികൾ വരണു, പിള്ളേര് വണ്ടി കിടന്ന് കരയണു. അതിൻ്റെ ഇടയ്ക്ക് ഈ എക്സിറ്റ് എണ്ണി ഒന്ന് തെറ്റിപ്പോയി അല്ലേ? 8th എക്സിറ്റിന് പകരം നമ്മൾ ഒരെണ്ണം അതിനകത്ത് മിസ്സായി പോയി, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി പോകുന്നില്ലെങ്കിൽ 7th എക്സിറ്റിലൂടെ നമ്മൾ എടുത്തു വണ്ടി. ഉടനെ ഇവിടെ കിടന്നുകൊണ്ട് നാവിഗേറ്റർ ദാറ്റ് മീൻസ് യു ഹാവ് ഡൺ സംതിങ് റോങ്. കുഴപ്പമില്ല, നാവിഗേറ്റർ കാണിക്കുകയാണ് ടേക്ക് ദ നെക്സ്റ്റ് യു ടേൺ. റീകാൽക്കുലേറ്റിംഗ് ടേക്ക് ദ നെക്സ്റ്റ് എക്സിറ്റ്, ഗോ ബാക്ക്. ഇങ്ങനെ ഈ ഗോ ബാക്ക് ആണ് നവീകരണം എന്ന് പറയുന്നത്. ഗോ ബാക്ക്, മെറ്റനോവ, റിട്ടേൺ, ടേക്ക് എ യു ടേൺ to go into the real route. എങ്കിൽ മാത്രമേ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ദൈവം നമ്മളെ നയിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. അതിൽ നമ്മൾ അല്പം പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ നയിക്കും.